നല്ല ലക്ഷണമൊത്തൊരു കാട്ടി. അവനങ്ങനെ നിന്ന് പുല്ലുമേയാണ് സ്വതന്ത്രമായിട്ട് കാടിനകത്ത്. മറ്റൊരു മ്ലാവ്. അപ്പൊ കാടിനകത്തുള്ള മ്ലാവിനെയും കാട്ടിയെയും കരിങ്കുരങ്ങിനെയും മറ്റ് വന്യജീവികളെയൊക്കെ കണ്ടുകൊണ്ട് കാടിനെ അറിഞ്ഞുള്ളൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. എവിടെയാണെന്നല്ലേ, പെരിയാർ ടൈഗർ റിസർവിനകത്താണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ അതിന്റെ യാത്ര വിശേഷങ്ങളാണ് തുടർന്ന് വരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നാ പിന്നെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ 7:30ക്കുള്ള ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് നിങ്ങൾ അവിടെ കണ്ടത്, ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞങ്ങൾക്ക് രാവിലെ 7:30ക്കുള്ള ബോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ വന്നു വണ്ടിപ്പെരിയാറിൽ സ്റ്റേ ചെയ്ത് രാവിലെ 5:30ക്ക് പുറപ്പെട്ട് അവിടെ വന്നപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് രണ്ട് രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായിട്ടും എടുക്കാം, അതോടൊപ്പം തന്നെ നേരിട്ട് അവിടെ വന്നും എടുക്കാം. പകുതി ടിക്കറ്റ് ഓൺലൈനായിട്ടും ബാക്കി പകുതി ടിക്കറ്റ് നമുക്ക് നേരിട്ടും എടുക്കുന്ന രീതിയിലാണ് പെരിയാർ ടൈഗർ റിസർവിലെ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ബോട്ടിങ്ങിന് സഫാരിക്ക് പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും സൈറ്റിങ്സ്, എന്തെങ്കിലും ജീവികളെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിരാവിലെ തന്നെ വന്ന് അവിടെ ക്യൂ നിന്നത്. ശരിക്കും 5:30ക്ക് പുറപ്പെട്ട് 6 മണിക്ക് അവിടെ എത്തിയിട്ട് പോലും നല്ല ക്യൂ അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഏകദേശം 1 മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് രാവിലത്തെ 7:30ക്കുള്ള ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ലഭിച്ചത്. അങ്ങനെ വർത്താനം പറഞ്ഞു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞങ്ങളെ ബോട്ട് വന്നു, സമയമായി. ബോട്ടിനകത്ത് കയറി ബോട്ട് മെല്ലെ നീങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കാൻ നിന്ന കൗണ്ടറിനടുത്ത് വന്ന മ്ലാവും കൂട്ടത്തെ കണ്ടില്ലേ? അതാണ് ഈ രാവിലെ വന്നാലുള്ള പ്രത്യേകത. നമ്മൾ ഈ രാവിലെ ശരിക്കും പെരിയാർ ടൈഗർ റിസർവ് എന്നല്ല, ഏത് ഫോറസ്റ്റിനകത്തേക്ക് പോകുമ്പോഴും രാവിലത്തെ ട്രക്കിങ് ബുക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള അനിമൽ സൈറ്റിങ് തുടക്കത്തിലെ തന്നെ ലഭിക്കും. ശരിക്കും റോഡിലൂടെ നമ്മൾ ആ ഫോറസ്റ്റിനകത്തേക്ക് പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് ആനയെയും കാട്ടിയെയും മ്ലാവിനെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ആ ഒരു കൂട്ടം മ്ലാവിനെ കണ്ടതും അതിന്റെ വിഷ്വൽസ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചതും. ഒക്ടോബർ ടു മെയ് സീസണാണ് എങ്കിലും ഏറ്റവും നല്ലത് വേനൽ സമയത്ത്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് അനിമൽ സൈറ്റിംഗ് ലഭിക്കുക ഈ പെരിയാർ ടൈഗർ റിസർവിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന്റെ ലഭ്യതയാണ്. ശരിക്കും ഇപ്പോൾ വെള്ളം നല്ല ലെവലിൽ ഉയർന്നിട്ടാണുള്ളത്. ഈ സ്കെയിലിൽ 140 അടിയിലോട് അടുപ്പിച്ച് വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. അനിമൽസിന് ശരിക്കും ഈ നമുക്ക് തീരങ്ങളിൽ വെള്ളം കുടിക്കാനും മറ്റുമായി വരുമ്പോഴാണ് ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് അനിമൽസിനെ സൈറ്റിംഗ് ലഭിക്കുക. അങ്ങനെ ലഭിക്കുന്നത് കൂടുതലും വേനൽക്കാലത്താണ്. അങ്ങനെ പോകുമ്പോഴാണ് ഇന്ത്യൻ കോമ്രന്റ് എന്നറിയപ്പെടുന്ന നീർക്കാക്ക ഒരു മരക്കുറ്റിയുടെ മുകളിൽ ചിറക് വിരിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇവ എന്തിനാണെന്നല്ലേ ഈ ചിറക് വിരിച്ചിങ്ങനെ ഇരിക്കുന്നത്? രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് വെള്ളത്തിനടിയിൽ പോയി മീനെ പിടിച്ച് കഴിച്ചിട്ട് തിരികെ വന്ന് അവന്റെ ചിറകുകൾ ഉണക്കാനിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നീർക്കാക്കയെ വളരെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ല എങ്കിലും അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ നീർക്കാക്കയെ കാണാനായിട്ട്. കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ആക്ടിവിറ്റികളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അനിമൽ സൈറ്റിംഗ് ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് തേക്കടിയിലെ പെരിയാർ ടൈഗർ റിസർവിനകത്തുള്ള ഈ ബോട്ടിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമാണ്, നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ സൈറ്റിംഗ് കുറവായിരിക്കാനാണ് സാധ്യത. പക്ഷെ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് നമ്മൾ ഇവിടെ വരുന്നത് എങ്കിൽ പ്രത്യേകിച്ച് രാവിലത്തെയും വൈകിട്ടത്തെയും ബോട്ടിങ്ങിൽ ധാരാളം വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആനകളെയും കാട്ടികളെയും അതോടൊപ്പം തന്നെ മ്ലാവുകളെയും മാന്, എന്തിനേറെ കടുവ വരെ കാണാനുള്ള സാധ്യത ഈ തേക്കടിയിലെ ബോട്ടിങ്ങിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വന്യമൃഗങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വന്നു നിൽക്കുന്ന ഒരു കാട്ടി, ആജാനുബാഹുവായ കാട്ടി രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് നല്ല ഇളം പുല്ലൊക്കെ തിന്നിങ്ങനെ മേഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബോട്ടിൽ ഇത്രയധികം സഞ്ചാരികൾ അവനെ കാണാൻ വന്നതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. ആള് നല്ല രീതിയിൽ പുല്ല് തിന്നുന്ന ശ്രദ്ധയിൽ തന്നെയാണ് ഉള്ളത്. ഒരു രക്ഷയില്ല, ചുറ്റുവട്ടമൊന്നും ശ്രദ്ധിക്കാതെ നല്ല രീതിയിൽ പുല്ല് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. കാട്ടി എന്ന് ഞാൻ പറഞ്ഞ പല ആളുകളും കാട്ടുപോത്തല്ലേ എന്ന് ചോദിക്കാം. ശരിക്കും കാട്ടുപോത്തെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മളുടെ ഈ സൗത്ത് ഇന്ത്യയിൽ കാട്ടുപോത്തിനെ അങ്ങനെ കാണാറില്ല എന്നാണ് ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ശരിക്കും ഇത് ഇന്ത്യൻ ഗൗർ എന്ന ഇനത്തിൽപ്പെടുന്ന കാട്ടി എന്നാണ് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കുക. നമ്മളെ പശു, കാള എന്നീ വർഗത്തിൽപ്പെടുന്നതാണ് ഈ കാട്ടി. ഈ ടൈഗർ റിസർവിലെ കടുവകളുടെ ഒരു മെയിൻ ആഹാരമാണ് ഈ മെയിൽ ഗൗർ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവ ഒറ്റയ്ക്കാണ് നടക്കൽ മിക്കപ്പോഴും. അതുകൊണ്ട് തന്നെ കടുവകൾക്ക് ആക്രമിച്ച്
ഉൾപ്പെടുത്താൻ എളുപ്പവുമാണ്. അതുമല്ല മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ മറ്റു മാനുകളെയും മറ്റുമൊക്കെ അപേക്ഷിച്ച് അത്ര വേഗത്തിലൊന്നും ഇവ പെട്ടെന്ന് ഓടാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് കടുവകൾക്ക് ഇവയെ പെട്ടെന്ന് ആഹാരമാക്കാൻ സാധിക്കുന്നത്. കടുവകൾ ഈ മേൽഗവറിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് പാർട്ടായിട്ടുള്ള കുറച്ച് മീറ്റ് ഭക്ഷിച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യും. 2-3 ദിവസം ഇതിൻ്റെ മീറ്റ് ഒന്ന് അഴുകി സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് കടുവകൾ സാധാരണ ബാക്കി ഭക്ഷിക്കാറ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ച്യൂ ചെയ്യാൻ ആവശ്യമായ പല്ലുകളുടെ കുറവ് കൊണ്ടാണ് കടുവകൾ അങ്ങനെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ മനുഷ്യന്റെ സ്മെല്ലും മണവും ഒച്ചയും ബഹളമൊക്കെ കേട്ടാൽ ഈ ഗൗറല്ല ഏത് വന്യജീവികളാണെങ്കിലും കാട്ടിനകത്തേക്ക് ഓടിപ്പോകാറാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ബോട്ടുകൾ സ്ഥിരമായിട്ട് കണ്ട് പരിചയമുള്ള ഗൗറായതുകൊണ്ടാവാം ഒരു മൈൻഡും ഇല്ലാതെ അവിടെ നിന്ന് പുല്ല് മേയുന്നത്. അങ്ങനെ അവനെ സൂര്യമായി അവിടെ മേയാൻ വിട്ടിട്ട് ഞങ്ങൾ ബോട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോയി. മറ്റെന്തെങ്കിലും സൈറ്റിങ് കിട്ടുന്നുണ്ടോ, മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൈറ്റിങ് വളരെ കുറവായിട്ടാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ പോകുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നേരത്തെ കണ്ട കാട്ടിയാണോ എന്നറിയില്ല, മറ്റൊരു കാട്ടി നമ്മളെ പെരിയാറ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. വളരെ ദൂരത്ത് നിന്നെടുത്ത് വിഷ്വൽ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയോ ക്ലിയറോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് അവൻ അങ്ങനെ മുറിച്ച് കിടക്കുന്നത്. ശരിക്കും പറയാൻ കാട്ടി എന്നല്ല, ഒട്ടുമിക്ക വന്യമൃഗങ്ങളും നല്ല നീന്തൽ വശമുള്ള ആളുകളാണ്. അവ പലപ്പോഴും ഈ പെരിയാറിന് കുറുകെ അപ്പുറം ഇപ്പുറം പോകുന്ന കാഴ്ച ഇവിടെ പതിവുള്ളതാണ്. പെരിയാർ ടൈഗർ റിസർവിൽ തേക്കടിയിൽ ബോട്ടിംഗ് മാത്രമല്ല ഉള്ളത്, ഇവിടെ നേച്ചർ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും 1.5 മണിക്കൂറുള്ള നേച്ചർ വാക്കിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ അനിമൽ സൈറ്റിംഗ് ലഭിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ ധാരാളം ആക്ടിവിറ്റീസ് വേറെയും ഉണ്ട്. നൈറ്റ് സഫാരി ഉണ്ട്. അതോടൊപ്പം തന്നെ കാടിനകത്ത് താമസിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകൾ തേക്കടിയിൽ നമുക്ക് ലഭ്യമാണ്. ഞങ്ങൾ നേച്ചർ വാക്കിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ അവിടെ ഫോറസ്റ്റിന്റെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് തന്നെ നേച്ചർ വാക്കിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് അന്നില്ലായിരുന്നു. പകരം നമുക്ക് സ്വന്തമായിട്ട് ട്രെക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്ന പക്മ ട്രെയിൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീസ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ബോട്ടിങ്ങിന് ശേഷം അത് ചൂസ് ചെയ്ത് അതിന് പോകുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് പുറകെ വരുന്നുമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുന്നിൽ ഒരു മെയിൽ സാമ്പാ ഡിയർ വന്നിരിക്കുകയാണ്. അപ്പൊ അവൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ബോട്ടിന്റെ ശബ്ദം കേട്ടിട്ട് മെല്ലെ അനങ്ങാതെ നിൽക്കുകയാണ്. ബോട്ടിലുള്ള നോർത്ത് ഇന്ത്യൻസ് നല്ല ഒച്ചപ്പാടും ബഹളമാണ്. ഇത്ര സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞാലും അവര് കേൾക്കൂല. അപ്പൊ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വൈൽഡ് അനിമൽസ് അത് അധിക നേരം അവിടെ നിൽക്കൂല. അത് അവർ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഒരെണ്ണം മാത്രമല്ല, പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പം മറ്റൊരു സാമ്പാ ഡിയറിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 1.5 മണിക്കൂർ നീണ്ടു നിന്ന ബോട്ടിങ് അവസാനിച്ച് ഞങ്ങൾ തേക്കടിയിലെ ബോട്ടിങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ സൈറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഉള്ള പ്രതീക്ഷ എന്ന് പറയുന്ന പക്മ ട്രെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ആണ്. അതിന് നമ്മൾ ഈ ബോട്ടിങ്ങിലേക്ക് വരുന്നതിന്റെ എൻട്രി പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് കാടിനകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ പിന്നെ ഇനി അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ബസ്സിലാണ് നമ്മൾ രാവിലെ ഇവിടെ എത്തിയത്. അപ്പൊ തിരികെ അവരുടെ ബസ്സിൽ തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്ത് അവിടെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്ക് എടുത്തിട്ട് നേരെ തിരികെ വീണ്ടും ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ എൻട്രി പോയിന്റിൽ തന്നെ നമുക്ക് തിരികെ വരേണ്ടതുണ്ട്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫോറസ്റ്റിന് ഉള്ളിലേക്ക് കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിന്റെ എൻട്രി പോയിന്റിൽ എത്തി. വണ്ടി ഒരു പ്രൈവറ്റ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് 50 രൂപ ചാർജാണ് അവർ ഈടാക്കിയത്. ഈ പക്മ ട്രെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുക. 45 രൂപ എൻട്രി ഫീസ് വേറെ നൽകണം. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ കാടിനകത്തേക്ക് നടക്കാൻ ആരംഭിച്ചു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ഗൈഡഡ് ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും കാടിന് അകത്തേക്ക് പോവുക. നമ്മളോടൊപ്പം വേറെ ഫോറസ്റ്റ് ഗാർഡ് ആരും ഉണ്ടാവുകയില്ല. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ചെറിയ മയിൽ കുറ്റികളായിരിക്കും. അത് ഫോളോ ചെയ്ത് വേണം നമ്മൾ കാടിനകത്തൂടെ നടക്കാനായിട്ട്. ഞങ്ങളങ്ങനെ റോഡിൽ നിന്നും കാടിനകത്തേക്ക് കയറി. ഇതാ നമ്മളെ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ ബോർഡുകളില്ലേ,
ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന അടയാളം. ഇത് ഫോളോ ചെയ്ത് കാടിനകത്തൂടെ നടക്കുക എന്നുള്ളതാണ് ഈ പക്മ ട്രെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ബോർഡിലും ഈ കാടിന്റെ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ ഈ കാട്ടിനുള്ളിലുള്ള ജീവികളെയും സസ്യങ്ങളെയും വിവരിക്കുന്ന ചെറിയ ചെറിയ ബോർഡുകൾ നമുക്ക് ഈ പക്മ ട്രെയിലിലുടനീളം കാണാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അശ്രദ്ധമായ രീതിയിൽ വലിച്ചെറിഞ്ഞ രീതിയിൽ 2 ബൂട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വനപാലകരുടേതാവാനാണ് സാധ്യത, അല്ലാതെ ആരാ ഇവിടെ ബൂട്ട് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനല്ലേ. അങ്ങനെ ഞങ്ങള് മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോൾ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവമാണ് ഈ കാട് നമുക്ക് സമ്മാനിക്കുക. നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങളും അതേപോലെ തന്നെ കാടിന്റെ ആ ഒരു പ്രത്യേക മണവും ഒക്കെ ആസ്വദിച്ച് കാടിനകത്തൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അനിമൽസിനെ കൂടി കണ്ടാലോ, ആഹാ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. അങ്ങനെ കാടിനകത്തൂടെ ഞങ്ങൾ കുറെ ദൂരം നടന്നു. പ്രത്യേകിച്ച് അനിമൽ സൈറ്റിംഗ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും കാടിന്റെ വന്യതയൊക്കെ അടുത്തറിഞ്ഞ് നല്ല ആസ്വദിച്ച് ഞങ്ങൾ കാടിനകത്തൂടെ നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതായി ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയത്. അപ്പോഴാണ് അട്ടയെ പറ്റി ആലോചിക്കുന്നത്. ശരിക്കും അട്ടശല്യമുള്ള ഒരു കാട് തന്നെയാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. അത് തിരികെ റൂമിലെത്തിയപ്പോഴാണ് മനസ്സിലായതെന്ന് മാത്രം. ഞങ്ങളങ്ങനെ മുന്നോട്ടേക്ക് നടക്കും തോറും ഈർപ്പമുള്ള സ്ഥലങ്ങൾ കൂടി വന്നു. കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് ചതുപ്പ് നിലം എത്തിയത്. അതും ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ സൈറ്റിംഗ് ലഭിച്ചു. സൈറ്റിംഗ് എന്ന് പറയാൻ സാധിക്കുകയില്ല, എന്തായാലും നമുക്കത് സൈറ്റിംഗ് ആയിട്ട് കൂട്ടാം. അങ്ങനെ നമുക്ക് ലഭിച്ച സൈറ്റിംഗ് എന്ന് പറയുന്നത് നീൽഗിരി ലങ്കൂറിനെയാണ്. ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് മരത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പറ്റം നീൽഗിരി ലങ്കൂർസ് ഇരിക്കുന്നത് കണ്ടത്. അതിന്റെ പേരിന്റെ അർത്ഥം തന്നെ മടിയന്മാര്, അലസന്മാരെന്നൊക്കെ തന്നെയാണ്. ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് അവയുടെ ജീവിതശൈലിയും. മരത്തിന്റെ ഏതെങ്കിലും മുകളിലോ ഏതെങ്കിലും ഭാഗത്തെങ്ങനെ ഇരുന്ന് ഇലയും കായും ഒക്കെ പറിച്ച് വളരെ സമാധാനത്തിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു തരം കുരങ്ങന്മാരാണ് ഈ കരിങ്കുരങ്ങ് അഥവാ നീൽഗിരി ലങ്കൂർ എന്നറിയപ്പെടുന്ന ഈ വാനര സംഘം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുരങ്ങൻ വളരെ സൈലന്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ സ്മെല്ലും മണവും ശബ്ദവും ഒക്കെ കേട്ടിട്ട് ഇടയ്ക്ക് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ആളിന്റെ ആഹാരം കഴിക്കൽ എന്ന പ്രക്രിയ യഥേഷ്ടം തുടരുന്നുമുണ്ട്. അങ്ങനെ നീൽഗിരി ലങ്കൂറിനെ അവിടെ വിട്ട് ഞങ്ങൾ മെല്ലെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. കാടിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോൾ എന്തോ ഒരു തണുപ്പും ഒരു പ്രത്യേകമായ ഒരു പച്ചപ്പും ഒക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ചെറിയ കുറ്റിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ അടുത്ത സൈറ്റിംഗ് നോക്കി വളരെ മെല്ലെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ജീവികളെയും ഒക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കിയാണ് നടക്കുന്നത്. ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ക്ഷമയോടുകൂടി നടക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ഉയരങ്ങളിൽ ഇരിക്കുന്ന ചെറിയ പക്ഷികളെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബേർഡ് വാച്ചിങ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഈ പക്മ ട്രെയിൽ. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോഴാണ് ഈ മ്ലാവിനെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ശബ്ദം കേട്ട് മ്ലാവ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, സസൂക്ഷ്മം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസം പോലും വിടാതെ അനങ്ങാതെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മ്ലാവിനും മറ്റ് അനിമൽസിനും കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ നമ്മളുടെ സ്മെല്ല്, മണം ഇവയ്ക്ക് ലഭിക്കും. പ്രത്യേകിച്ച് കാറ്റ് ആ ഭാഗത്തേക്കാണ് ആ രൂപത്തിൽ നമ്മളെ മണം ശരിക്കും ഇവന് ഈ മ്ലാവിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നല്ല രീതിയിൽ നമ്മളെ വാച്ച് ചെയ്യുന്നുമുണ്ട്. ഞങ്ങളൊരു കരിയില പോലും അനക്കാതെ സ്റ്റാച്ചു കണക്ക് നിന്നിട്ടാണ് ഈ മ്ലാവിനെ ഇങ്ങനെ കിട്ടിയത്. ചെറിയൊരു അനക്കം അവനിക്ക് കിട്ടിയാൽ അപ്പോഴേ ശരം വിട്ട മാതിരി അവിടുന്ന് പായും എന്നുള്ളത് കൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഞങ്ങൾ കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. ഏതായാലും കുറേ നേരത്തേക്ക് ആ മ്ലാവുകളെ നമുക്ക് അവിടെ തന്നെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മെല്ലെ അകത്തേക്ക് കയറിപ്പോയി. ഈ പെരിയാർ ടൈഗർ റിസർവ് വനം ശരിക്കും നല്ല അനിമൽ ഡെൻസിറ്റി ഉള്ള ഏരിയ തന്നെയാണ്. ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതലുള്ളത് ഈ മ്ലാവുകളാണ്. സാധാരണ പുള്ളിമാനെ ഇവിടെ അങ്ങനെ കാണാറില്ല, പകരം മ്ലാവിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മ്ലാവെന്നല്ല, കാട്ടിയും ആനയും ടൈഗറും ഒക്കെ ഉള്ള കാടിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഈ അനിമൽസിനെയൊക്കെ കാണുക എന്നുള്ളത്. ഞാൻ നേരത്തെ ശെന്തുരുണി വനത്തിലും അതോടൊപ്പം തന്നെ പൊന്മുടിയിലെ കാടിനകത്തൊക്കെ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ശരിക്കും അനിമൽസ് ഇഷ്ടം പോലെയുള്ള കാടിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എങ്കിലും അവ നമ്മെ കണ്ടാലും നമ്മൾ അവയെ കാണണമെന്നില്ല. അതൊരു ഭാഗ്യമാണ്. ഈ വന്യമൃഗങ്ങളെ ഇങ്ങനെ അതിൻ്റെ വന്യതയിൽ വെച്ച് കാണുക എന്നതാണ്
അതിൻ്റെ ഒരു ഭാഗ്യവും അതിൻ്റെ ഒരു സൗന്ദര്യവും ഭംഗിയും എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ സൂവിലും അതേപോലെ തന്നെ ഇവയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുമൊക്കെ പോയി കൂടിനകത്ത് ഇങ്ങനെ ഇവ കിടക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യം അല്ലേ. ഇതാ മറ്റൊരു നീൽഗിരി ലങ്കൂർ മരത്തിൻ്റെ മുകളിലിരുന്ന് അവൻ നമ്മെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ട മ്ലാവിനെ വാച്ച് ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ട് ആശാൻ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇവർ പരസ്പരം ഭയങ്കര സഹായമാണ് കേട്ടോ. ഇപ്പം നമ്മളെ കണ്ട സിഗ്നൽ ഇവൻ മ്ലാവിന് കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് മ്ലാവ് അവിടുന്ന് പായുകയും ചെയ്ത്. ശരിക്കും ഇവർ ഈ കടുവയോ പുലിയോ അങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ പരസ്പരം സിഗ്നൽ കൊടുത്ത് ശത്രു അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരാൻ പോകുന്നു എന്ന സിഗ്നൽ പരസ്പരം കൊടുക്കാറുണ്ട്. ഈ ലങ്കൂർ മാത്രമല്ല, മരയണ്ണാനും അതോടൊപ്പം തന്നെ മറ്റ് പക്ഷികളുമൊക്കെ തന്നെ അത്തരത്തിൽ ഈ പ്രിഡേറ്റേഴ്സിനെ കാണുമ്പോൾ സിഗ്നൽ കൊടുക്കൽ പതിവാണ്. ഈ നീലഗിരി ലങ്കൂർസ് എന്ന് പറയുന്ന ഈ കരിങ്കുരങ്ങ് പൊതുവിൽ എപ്പോഴും മരത്തിന് മുകളിൽ തന്നെയാണ് സാധാരണ കാണാറ്. ഇവ ശരിക്കും ആക്കൽ ഈ മരത്തിൻ്റെ ഇലയും കായും പിന്നെ പലപ്പോഴും ഈ തൊലിയൊക്കെ കഴിക്കുന്നതും നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അവയുടെ ഒരു നേച്ചർ. ശരിക്കും പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗം കൂടിയാണ് ഈ നീലഗിരി ലങ്കൂർസ്. അങ്ങനെ നീലഗിരി ലങ്കൂർസിനെ അവിടെ വിട്ടേച്ച് ഞങ്ങളെ നടത്തം മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ കുറേ ദൂരം നടന്ന് ഞങ്ങൾ മെല്ലെ എൻഡിങ് പോയിന്റിലേക്ക് അടുത്തു. ഇതാ പോകുന്ന വഴിക്ക് കണ്ട ഭീമാകാരനായ ഒരു മരമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളെയൊക്കെ നമുക്ക് ഈ കാടിനകത്തൂടെയുള്ള നടത്തത്തിൽ കാണാനും അടുത്തറിയാനും ഒക്കെ സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് നീങ്ങി മെല്ലെ ഞങ്ങൾ റോഡിൻ്റെ അടുത്തെത്തിയിട്ട് അതിൻ്റെ മറു സൈഡിലേക്ക് പോയി ലേക്കിൻ്റെ ഭാഗത്തേക്ക്. ഇനി എന്തെങ്കിലും ആനിമൽസ് വല്ലതും വെള്ളം കുടിക്കാനോ മറ്റുമായി വന്നാൽ കാണാമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ തടാകത്തിൻ്റെ തീരത്തെത്തുമ്പോൾ കാണുന്നത് ഈ മനോഹരമായ കാഴ്ചയാണ്. വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന, അത് വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.